നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു വലിയ രാജയോഗം സംഭവിക്കുകയാണ് ജ്യോതിഷചക്രത്തിൽ. സൂര്യൻ വർഷത്തിൽ 6 മാസം ഉത്തരായനത്തിലും 6 മാസം ദക്ഷിണായനത്തിലും സഞ്ചരിക്കുന്നു. ഇതിൽ ഉത്തരായന കാലം മകരമാസം 1-ാം തീയതി മുതൽ മിഥുനമാസം 31-ാം തീയതി വരെയുള്ള 6 മാസക്കാലമാണ്. ദക്ഷിണായന കാലമാകട്ടെ കർക്കിടക മാസം 1-ാം തീയതി മുതൽ ധനുമാസം അവസാനം വരെയുള്ള 6 മാസക്കാലമാകുന്നു. സൂര്യന് ബലം ഉത്തരായനത്തിലാകുന്നു. മകരം 1-ൽ പ്രവേശിക്കുന്ന സൂര്യൻ വളരെയധികം പ്രതാപശാലിയാകുന്നു, ശക്തനാകുന്നു. കാരണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നതും മേടം 10-ാം ഉദയമായി ഒരാളുടെ പൂർണ്ണത, വ്യക്തിയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ, ദേശത്തിൻ്റെ കാർഷിക വിഭവങ്ങളുടെ പൂർണ്ണത ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയും സംജാതമാകുന്നത്. ഈ 6 മാസക്കാലം പ്രധാനപ്പെട്ട 3 ഋതുക്കളുടെ സമയമാകുന്നു. ശിശിരം, വസന്തം, ഗ്രീഷ്മം, ഇങ്ങനെ 2 മാസങ്ങൾക്ക് ഒരു ഋതു വീതം 3 ഋതുക്കൾ ഈ കാലഘട്ടത്തിലൂടെ 6 മാസക്കാലത്തിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും നല്ല ഋതുവാകുന്നു വസന്ത ഋതു, നിങ്ങൾ കേട്ടിരിക്കും. അതിനാൽ ഈ സൂര്യൻ്റെ ഈ പ്രഭാവം, ഉത്തരായനത്തിലേക്കുള്ള മാറ്റം മേടം മുതൽ 12 രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളുടെ ഡോക്ടർ മാരാർജി ചാനലിലേക്ക് സുസ്വാഗതം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളോട് പങ്കുചേരാനുള്ളത്, നമ്മുടെ യൂട്യൂബ് ചാനൽ കേവലം ഉദ്ദേശം 9 മാസം കൊണ്ട് തന്നെ ഈ ഉത്തരായന കാലമാകുമ്പോഴേക്കും 20 ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നെന്ന വലിയൊരു സന്തോഷ വാർത്തയാണ്. നമുക്ക് 12,500 സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു. അതിനുമപ്പുറം 1,500 വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന്, സഹകരണത്തിന്, കരുതലിന് വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ആരോഗ്യപരമായ, സാമ്പത്തികമായ നിങ്ങളുടെ പ്രഭാവങ്ങൾ, വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഉത്തരായന കാലത്തെ നമുക്ക് അഭിവാദ്യം ചെയ്യാം. ഏതായാലും മകരൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ പ്രയാണവും അതുമൂലമുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കുക, വീക്ഷിക്കുക. എപ്പോഴാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മകര രവി സംക്രമം നാം അറിയണം. 1200 മകരമാസം 1-ാം തീയതി, അതായത് 2025 ജനുവരി മാസം 14-ാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച കാലത്ത് 8:45 മകരരവി സംക്രമം. അന്ന് പുണർദം നക്ഷത്രത്തിലാണ്, കർക്കിടകം രാശിയിലാണ് മകര രവി സംക്രമം നടക്കുന്നത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ മകരമാസത്തിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണവും ശുഭാശുഭ ഫലങ്ങളുമാകുന്നു. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി. ഇനി ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ്, 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. 9-ാം ഭാവം എന്നാൽ ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാത് അമീ. ഭാഗ്യം, ധർമ്മം, ദയ, പുണ്യം, പിതാവ്, തൻ്റെ ദാനം, ഉപാസന, ഗുരുക്കന്മാർ, ഇവരെയൊക്കെ ചിന്തിക്കേണ്ടത് 9-ാം ഭാവം കൊണ്ടാണ്. ഈ 9-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് പിതാവിന്, അച്ഛന് അത്ര നല്ലതല്ല. എന്താണ് കാരണം? സൂര്യൻ പിതൃകാരകനാണ്. താതശ്ച ആത്മപ്രഭാവ, തൻ്റെ വ്യക്തിത്വം, പ്രഭാവം, പിതാവ്, ഇവരെയൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. സൂര്യൻ പിതൃകാരകനാണ്. പിതൃകാരകനായ ഗ്രഹം പിതാവിൻ്റെ ഭാവമായ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന്
നാശമുണ്ടാക്കുന്നു. അതിനാൽ ഈ സൂര്യൻ്റെ 9-ാം ഭാവത്തിലേക്കുള്ള മാറ്റം പിതാവിന് അത്ര നല്ലതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 9-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ 3-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. 3-ാം ഭാവം തൻ്റെ സഹോദരന്മാരാണ്, തൻ്റെ സഹായികളാണ്. തപ്യതെ സോദരേണ, സഹോദരങ്ങളാൽ തനിക്ക് ദുഃഖം വരും എന്നൊരു ഫലവും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതിനാൽ പിതാവിന് നല്ലതല്ല, തൻ്റെ സഹോദരങ്ങൾക്കും അത്ര നല്ലതല്ല. പക്ഷേ തനിക്ക് വ്യക്തിപരമായി വളരെയധികം ഗുണം വരും. ദിവാനായകെ ദുഷ്ടത കോണയാതെ ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേത. തൻ്റെ മനസ്സിനൊരിക്കലും ചിന്തയ്ക്ക് വിരാമമുണ്ടാകാറില്ല, ധാരാളം ചിന്തിക്കും. സൂര്യൻ 4-ാം ഭാവാധിപനാണ്. 4-ാം ഭാവം നമ്മുടെ ശരീരത്തിൽ ഹൃത്താകുന്നു. അതിനാൽ പലപ്പോഴും ഓവറായി ഹൃദയത്തിൽ ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കും, നെഞ്ചിരിപ്പ് വളരെയധികം കൂടുന്നതാണ്. തപശ്ചര്യയ അനിച്ഛയാഭിപ്രയാതി, തനിക്ക് ഇഷ്ടമില്ലാതെ തപസ് ചെയ്യുക, വ്രതങ്ങളെടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് താൻ അറിയാതെ ഇഷ്ടമില്ലാതെ തന്നെ അതിലേക്ക് ഇറങ്ങി പുറപ്പെടും. എന്നിട്ട് അതുമൂലം വളരെയധികം അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരുന്നതുമാണ്. പലപ്പോഴും തനിക്ക് കർമ്മമേഖലയിൽ തൻ്റെ ആത്മപ്രഭാവത്തെ ദ്യോതിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുചിതമായ കർമ്മങ്ങളിലൊക്കെ പോകേണ്ടി വരും. അന്യർക്ക് ഭാഗ്യമുണ്ടാക്കാൻ ധാരാളം കഴിയും. അതിനാൽ തൻ്റെ പ്രഭാവം അന്യർക്ക് വേണ്ടി, അവരുടെ ലാഭത്തിന് വേണ്ടി വിൽക്കുവാൻ ഈ സൂര്യൻ വളരെയധികം സഹായിക്കും. അതിനാൽ കൺസൾട്ടൻസ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, അതുമല്ലെങ്കിൽ തൻ്റെ സഹായം തേടി വരുന്ന ആർക്കും തൻ്റെ സഹായം അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് തനിക്ക് ആവശ്യത്തിന് വരവ്, വരുമാനം, ലാഭം ലഭിക്കുവാനൊക്കെ തന്നെ ഈ സൂര്യൻ വളരെയധികം സഹായകരമായൊരു അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ പിതാവിന് വേണ്ടി നിർബന്ധമായും മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ പിതാവിൻ്റെ പേരിൽ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. അതേ രീതിയിൽ 12 വയസ്സിന് താഴെയുള്ള തൻ്റെ സഹോദരങ്ങളാണെങ്കിൽ അവരുടെ പേരിൽ കർഗഹോമവും, 12 വയസ്സിന് മുകളിലാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്ത് നമ്മളുടെ ഈ രാശിപ്രകാരം അവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കാണാൻ കഴിയും. അതിലൂടെ അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേടിക്കൊടുക്കാൻ നമ്മളുടെ നക്ഷത്രത്തിൽ നിന്ന് പരിഹാരങ്ങൾ ഒരു പരിധിവരെ സഹായകരമാകുന്നതാണ്. വീടിൻ്റെ ഭാഗ്യം, ഭൂമിയുടെ ഭാഗ്യം, അച്ഛൻ്റെ പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ ധാരാളം നന്മകളാകാം. വാഹനങ്ങളെ കൊണ്ട് ലാഭമാകാം. ഇതൊക്കെ ചിന്തിക്കാം. ഈ 4-ാം ഭാവാധിപത്യം ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങൾ, വീട്, ഭൂമി, അമ്മ, അമ്മാമന്മാർ, ഇവർക്കൊക്കെ തന്നെ 9-ാം ഭാവത്തിലെ സൂര്യൻ നിൽക്കുമ്പോൾ ഇവരെ കൊണ്ട് ഒക്കെ തന്നെ നമുക്ക് ലാഭം ലഭിക്കും. അതിനാൽ വാഹനലാഭമാകാം, വീടാകാം, വീട് മാറ്റമാകാം, വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ദൈവാധീനം ചിന്തിക്കണം. വളരെ അനുകൂലമാണ് ഈ ഘടകങ്ങളെല്ലാം തന്നെ. ഇതൊക്കെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക എന്ന് മാത്രം. ഇവിടെ പരിഹാരമായി ഞാൻ സൂചിപ്പിച്ചു. തൻ്റെ വ്യക്തിപരമായ പ്രഭാവത്തിന് ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതേ രീതിയിൽ ആദിത്യ ഹൃദയ മന്ത്രം ശ്രവിക്കുക, കേൾക്കുക, പഠിക്കുക. ഇതൊക്കെ തന്നെ ഈ ഒരു മാസക്കാലം വളരെ അനുകൂലമായി ഇടവൻ രാശിക്കാർക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.